ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് മൊറോക്കോ, സ്പെയിൻ ആ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. പ്രത്യേകിച്ച് പല മാധ്യമങ്ങളും ഈ മൊറോക്കോക്കാർ സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയത്തിനെ ഇസ്രായേലുമായിട്ട് ലിങ്ക് ചെയ്തൊക്കെ വല്ലാത്ത രീതിയിൽ പൊലിപ്പിച്ച് വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു വലിയ വിഷയം കിടപ്പുണ്ട്. അതായത് അമേരിക്ക എന്തുകൊണ്ടാണ് സ്പെയിനെ പിന്തുണയ്ക്കാതെ, ശരിക്കും സ്പെയിൻ നാറ്റോയുടെ ഭാഗമാണ്, ആർട്ടിക്കിൾ 5 ആപ്ലിക്കബിൾ ആവേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും മൊറോക്കോയോടൊപ്പം നിലപാട് സ്വീകരിച്ചത് എന്തിനാണ് അമേരിക്ക? അപ്പം അവിടെ വളരെ അവിടെ ശരിക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ഡീൽ അവിടെ കിടപ്പുണ്ട്. ട്രംപ് ഹൈവേ എന്ന് പറഞ്ഞിട്ട് സാഹിൽ റീജിയൻ്റെ ആ ഒരു സഹാറ, പ്രത്യേകിച്ച് സൗത്ത് സഹാറ ആ ഏരിയയിൽ ട്രംപ് ഹൈവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? ശരിക്കും പറഞ്ഞാൽ സഹാറ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പോസ്പേറ്റ് ഉണ്ട്. പോസ്പേറ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു വസ്തുവാണ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാർഷിക ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ നിർമ്മിക്കുന്നതിന് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മൂലകമാണ് ശരിക്കും പോസ്പേറ്റ്. പോസ്പേറ്റിന് 2021 മുതലേ അമേരിക്കയുടെ ഉള്ളിൽ ഉയർന്ന താരിഫാണ് അമേരിക്ക നിശ്ചയിച്ചിരിക്കുന്നത്. ട്രംപ് 2024 വന്നപ്പോഴും താരിഫ് ഹൈക്ക് ചെയ്ത് തന്നെ വെച്ചിരുന്നത്. പിന്നീട് മൊറോക്കോ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി അതിലൊരു നെഗോസിയേഷനൊക്കെ കൊണ്ടുവന്നു. താരിഫ് ഇച്ചിരി റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നിന്നും ഏഷ്യൻ സൈഡിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന, ഓൾമോസ്റ്റ് ഗ്ലോബലി തന്നെ സപ്ലൈ നടന്നുകൊണ്ടിരുന്ന പോസ്പേറ്റ് തടസ്സപ്പെട്ടു. അതുമാത്രമല്ല, റഷ്യക്കുള്ളിൽ നിന്നും ഫോസ്ഫേറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് തടസ്സപ്പെട്ടു. അവിടെയും റഷ്യ ഉക്രൈൻ യുദ്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോസ്ഫേറ്റിന് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അമേരിക്കൻ കമ്പനിയെ ഈ മാർക്കറ്റിൽ ഇറക്കി വിട്ട് മൊറോക്കോയുമായിട്ടൊരു ഡീൽ ഏർപ്പെടുത്തി. അവിടെ ഒരു അമേരിക്കൻ കമ്പനിയുടെ ജോയിന്റ് വെഞ്ചറിൽ മൊറോക്കോയിൽ നിന്നും ഫോസ്ഫേറ്റ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെ യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നെങ്കിലും മറ്റൊരു സൈഡിൽ മാക്സിമം ഏതെല്ലാം മാർഗങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ ആ മേഖലകളെല്ലാം തന്നെ അമേരിക്ക ടച്ച് ചെയ്ത് പോകും എന്നുള്ളത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. കാരണം അമേരിക്കയ്ക്ക് അറിയാം, ഇപ്പോൾ ഈ ഫോസ്ഫേറ്റ് ഇവിടെ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്ത് കൃഷി നടക്കണം എന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് വേണം, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫോസ്ഫേറ്റ് വേണം. അപ്പോൾ ഫോസ്ഫേറ്റ് കമ്പനിയെ ടാർഗറ്റ് ചെയ്ത് ആ ഏറ്റവും കൂടുതൽ ഫോസ്ഫേറ്റ് ശേഖരമുള്ള രാജ്യത്തിനെ വരുതിക്ക് വരുത്തുക. അതുതന്നെയാണ് അമേരിക്ക കൃത്യമായിട്ട് പ്രീ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിരുന്നത്. ഇനി പ്രീ പ്ലാൻ ചെയ്തില്ലെങ്കിലും അമേരിക്കയ്ക്ക് ഇങ്ങനെ ചില ലോട്ടറികൾ പലപ്പോഴായിട്ട് അടിക്കാറുണ്ട്. അത്തരത്തിൽ അടിച്ച ഒരു ലോട്ടറിയാണ് മൊറോക്കോ. മൊറോക്കോയുമായിട്ട് അബ്രഹാം അക്കോർഡ് എന്നുള്ള രീതിയിലുള്ള ബന്ധം ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആദ്യം ഭരിച്ചിരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ആ പണി ജെറദ് കുഷ്ണർ എടുത്തിട്ടുണ്ടായിരുന്നു. മൊറോക്കോയും ഇസ്രായേലും തമ്മിൽ ഒരു നോർമലൈസേഷൻ 2020 തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മൊറോക്കോയുടെ നിലപാട്, മൊറോക്കോ ഇന്ത്യക്കൊപ്പമാണ്, മൊറോക്കോ UAE-ക്കൊപ്പമാണ്, മൊറോക്കോ ഇസ്രായേലിനൊപ്പമാണ്, മൊറോക്കോ അമേരിക്കയ്ക്കൊപ്പമാണ്. ഇതാണ് മൊറോക്കോയുടെ നിലപാട്. ഇതുകൊണ്ടാണ് ഒരു നാറ്റോ രാജ്യമായിട്ടുള്ള മൊറോക്കോ അധിനിവേശം നടത്തുന്ന രീതിയിൽ ഇറങ്ങി വന്നിട്ടും അമേരിക്ക ഒരു മറുപടിയും പറയാതെ മൊറോക്കോയോടൊപ്പം ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചത്. ഇനി ഇത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ സെയൂട്ട അല്ലെങ്കിൽ മലീലിയ എന്ന് പറഞ്ഞ ഈ ലാൻഡ് എല്ലാം തന്നെ ഈ കോളനൈസേഷനിൽ പിടിച്ചെടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ അധിനിവേശത്തിനൊക്കെ ഒരുപാട് പഴക്കമുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബ്രിട്ടീഷിൻ്റെ കീഴിൽ പല ഐലൻഡുകളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെസ്റ്റേൺ സഹാറയിൽ മൊറോക്കോയും പോളിസാരിയോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഈ പോളിസാരിയോ ടീം എന്ന് പറയുന്നത് മൊറോക്കോയിൽ നിന്നും, അതായത് മൊറോക്കോയിൽ തന്നെ ഒരു ട്രൈബൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അവരാണ് ഈ പോളിസാരിയോ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് അവർ സെപ്പറേറ്റ് ആയിട്ട് റിബലുകളായിട്ട് അവിടെ നിൽക്കുന്നത്. റിബലുകൾ എന്ന് പറയുന്നതിന് പകരം അവർ ശരിക്കും അവർക്ക് സെപ്പറേറ്റ് ഓട്ടോണമി വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിപ്പോഴും സെപ്പറേറ്റ് ഓട്ടോണമി ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടെ ചെറിയൊരു മതിലൊക്കെ മൊറോക്കോ പണിത് വെച്ചിട്ടുണ്ട്. മൊറോക്കോ ഇപ്പോഴും അത് മൊറോക്കോയുടെ ലാൻഡാണെന്നുള്ള അവകാശവാദമൊക്കെ ഉയർത്തുന്നുണ്ട്. അതായത് വെസ്റ്റേൺ സഹാറ, ഞാൻ പറയുന്നത് സ്പെയിൻ കൈയടക്കി വെച്ചിരിക്കുന്ന സെയൂട്ട പോലത്തെ ആ ഏരിയ അല്ല പറയുന്നത്. താഴേക്ക് നീങ്ങി വരണം, വെസ്റ്റേൺ പോർഷനിലാണ് നോക്കേണ്ടത്. വെസ്റ്റേൺ സഹാറ, ഈ വെസ്റ്റേൺ സഹാറയിൽ കൃത്യമായിട്ട് ഈ പോളിസാരിയോ ഗ്രൂപ്പ് അവർ ശരിക്കും അവരുടേതായിട്ടുള്ള ഒരു ലാൻഡ് കൃത്യമായിട്ട് മതിലൊക്കെ പണിത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് അവിടെ അവകാശം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും മൊറോക്കോയ്ക്കുള്ളിൽ ഇവർക്ക് യാതൊരു രീതിയിലുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ മൊറോക്കോയുടെ ഉള്ളിലേക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ല. അവർ ശരിക്കും ഒരു ഐസൊലേറ്റഡ് ട്രൈബൽ ഗ്രൂപ്പായിട്ട് അവിടെ ജീവിക്കുകയാണ്. അതേസമയം ബോഗ്ര
ഈ ബൗക്ര എന്ന് പറഞ്ഞ സ്ഥലമാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഫോസ്ഫേറ്റ് ശേഖരം ഉള്ള ഏരിയ. ഏറ്റവും വലിയ ഫോസ്ഫേറ്റ് ശേഖരമുള്ള ഒരു ഖനിയാണ് ശരിക്കും ബൗക്ര. ഇവിടെ നിന്നും തുറമുഖത്തേക്ക് 100 കിലോമീറ്റർ കൺവെയർ ബെൽറ്റിലൂടെയാണ് ഈ ഫോസ്ഫേറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൺവെയർ ബെൽറ്റ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ ബൗക്ര ഖനിയിൽ നിന്നും ശരിക്കും തുറമുഖം വരെ 100 കിലോമീറ്റർ കൺവെയർ ബെൽറ്റിലൂടെ ഈ ഫോസ്ഫേറ്റ് തുറമുഖത്ത് എത്തിക്കുന്നു. 2026 ജൂലൈ കഴിഞ്ഞ മാസമാണ് ട്രംപ് ഹൈവേ എന്ന് പറഞ്ഞിട്ട് റോഡിന് പേര് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ബൗക്ര തുറമുഖം, അതുപോലെ ഈ ഖനി ഇരിക്കുന്ന സ്ഥലം, ഇതിനെയെല്ലാം ബന്ധിപ്പിക്കുന്നതാണ് ട്രംപ് ഹൈവേ. മൊറോക്കോ ഒഫീഷ്യലി ഒരു പേര് ഉപയോഗിക്കുന്നില്ല എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. പക്ഷേ ട്രംപിന്റെ അവകാശവാദമാണ് ട്രംപ് ഹൈവേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ്. 2020 അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്തതോടുകൂടി അമേരിക്ക മൊറോക്കോയുടെ എല്ലാ നിബന്ധനകളെയും നിരുപാധികം അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് മൊറോക്കോയുടെ അവകാശവാദങ്ങൾ, ഇപ്പോഴത്തെ പോളിസാറിയോ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന ലാൻഡ്, അതുപോലെ സ്പെയിൻ കൈവശം വെച്ചിരിക്കുന്ന സെയൂട്ട, മെലീലിയ പോലത്തെ ലാൻഡുകൾ, ഇതെല്ലാം തന്നെ മൊറോക്കോയ്ക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു അവകാശവാദം അന്ന് തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ട്രംപിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് മൊറോക്കോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നമ്മൾ ഈ സ്ഥലം കയ്യേറി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം നിലവിൽ മൊറോക്കോ നടത്തിയ ഒരു ടെസ്റ്റ് ഡോസാണിത്. അതായത് ഇന്ന് സെയൂട്ട, മെലീലിയ പോലത്തെ സ്ഥലങ്ങളൊക്കെ പേര് കയറി പിടിക്കുന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സെയൂട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾമോസ്റ്റ് 1 ലക്ഷത്തിന് താഴെയാണ് അവിടുത്തെ പോപ്പുലേഷൻ. ഒരു 84-85 ആൾക്കാരാണ് അവിടെ താമസക്കാർ. അവിടേക്കാണ് ഏതാണ്ട് 85,000 മൊറോക്കോൻസ് കയറിയങ്ങ് വന്നത്. ഇപ്പം ഈ ഒരു കണക്കിന് ഇപ്പം ഉണ്ടായ ഒരു അധിനിവേശത്തിനെ സ്പെയിനിന് വളരെ എളുപ്പത്തിൽ അത് നൈസായിട്ട് ഒതുക്കി തീർക്കാൻ സാധിച്ചു. ഏതാണ്ട് 75,000 മൊറോക്കൻ അധിനിവേശക്കാരെ അവർ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 5,000-6,000 പേരെ ഇനി ബാക്കിയുള്ളൂ. അവരെയും കൂടി വൈകാതെ തന്നെ തെരഞ്ഞു പിടിച്ച് അവരെയും പുറത്താക്കുമെന്നാണ് സ്പെയിൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം 74 പേരാണ് ഈ ഒരു അധിനിവേശത്തിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടത്. അത് വെള്ളത്തിൽ മുങ്ങി മരിച്ചവരുണ്ട്, അതേപോലെ തന്നെ കലാപത്തിൻ്റെ ഇടയിൽ മരിച്ചവരുമുണ്ട്. അപ്പോൾ ഇവിടെ മൊറോക്കോ ഉറപ്പിക്കുകയാണ്, അതായത് അമേരിക്ക മൊറോക്കോയ്ക്കെതിരെ നിലപാടെടുക്കില്ല, മൊറോക്കോയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നതാണ് അമേരിക്കയുടെ വാഗ്ദാനം. അത് കൃത്യമായിട്ട് അമേരിക്ക പാലിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് സ്പെയിനിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും മൊറോക്കോയുടെ ഒരു വിജയമാണ്, മറിച്ച് സ്പെയിനിൻ്റെ പരാജയവും കൂടിയാണ്. സ്പെയിൻ ഭരിക്കുന്ന പെഡ്രോ സാൻസിന് ഇതൊരു തിരിച്ചടിയും കൂടിയാണ്. അടുത്ത ഇലക്ഷനിൽ പെഡ്രോ സാൻഡേഴ്സ് പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പെഡ്രോ സാൻഡേഴ്സിന്റെ വൈഫിന്റെ പേരിൽ ഓൾറെഡി തന്നെ കേസുണ്ട്. പെഡ്രോ സാൻസിന്റെ പേരിൽ തന്നെ ഓൾറെഡി കറപ്ഷൻ കേസുണ്ട്. വൈഫിനെ ശിക്ഷിച്ചിരിക്കുന്നത് 24 വർഷത്തേക്കാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും പെഡ്രോ സാൻഡേഴ്സിനെ മുച്ചൂടും മുടിച്ച് റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ്. അടുത്ത ഇലക്ഷനിൽ പെഡ്രോ സാൻഡേഴ്സ് അവിടെ വിജയിക്കില്ല. ഇതാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. ഇതാണ് അമേരിക്ക സ്പെയിനിൽ നടത്തിയത്. അതായത് അമേരിക്കയ്ക്കെതിരെ വെല്ലുവിളിച്ച പെഡ്രോ സാൻഡേഴ്സിനെ ഒതുക്കി തീർത്തിരിക്കുകയാണ് അമേരിക്ക. ഇതാണ് ശരിക്കുള്ള പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് ആണ് അമേരിക്ക മൊറോക്കോയെ വെച്ച് അവിടെ നടത്തിയത്. ഈ ബൗക്ര ഫോസ്ഫേറ്റ് ഖനിയിൽ OCP ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോസ്ഫേറ്റ് സപ്ലൈ നടത്തുന്ന കമ്പനി. ഇവർക്ക് ഈ ബൗക്ര എന്ന് പറഞ്ഞ ഖനിയുമായിട്ടാണ് കോൺട്രാക്റ്റ് ഉള്ളത്. ഇനി അത് മാത്രമല്ല, കൊച്ച് AG എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഇത് അമേരിക്കൻ കമ്പനിയാണ്. ഈ കൊച്ച് AG എന്ന് പറഞ്ഞ കമ്പനി ഈ OCP കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ്. അപ്പോൾ അങ്ങനെ അമേരിക്കയുടെ കൊച്ച് AG എന്ന് പറഞ്ഞ കമ്പനി ഡയറക്റ്റ് ആയിട്ട് തന്നെ ബൗക്ര എന്ന് പറഞ്ഞ ഈ ഫോസ്ഫേറ്റ് ഖനിയിൽ പാർട്ട്ണർ ആയിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് മാത്രമല്ല, മൊറോക്കോയുടെ രാജാവായിട്ടുള്ള മുഹമ്മദ് ആറാമനാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജകുടുംബത്തിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള അൽമാദ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഖനിക്ക് പവർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പവർ സപ്ലൈയുടെ പേരിൽ ഈ മുഹമ്മദ് ആറാമനും പണം പറ്റുന്നുണ്ട് എന്നുള്ള വാർത്തകളുമുണ്ട്. ഇത് ജസ്റ്റ് ആരോപണം മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ മൊറോക്കോയുടെ ഭരണകൂടത്തിൻ്റെ രാജാവിൻ്റെ സപ്പോർട്ട് തന്നെ ഇതിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് സ്പെയിനിൻ്റെ കാര്യം അതോ ഗതി തന്നെയായിരിക്കും. മൊറോക്കോ ഒരു നിരന്തര ശല്യമായി തുടരും സ്പെയിനിന്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് അവർ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം മൊറോക്കോയിൽ നിന്നും സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആയുധമില്ലാതെ കടന്നുപോയ ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു 84,000 പേര് തോക്കും കംപ്ലീറ്റ് പടക്കോപ്പുകളും മെഷീൻ ഗണ്ണുകളുമായിട്ടൊക്കെ സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നു വെച്ചോ. പലരും ഈ സ്പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്പെയിൻ മെയിൻലാൻഡ് അല്ല, ആഫ്രിക്കൻ സൈഡിൽ കിടക്കുന്ന കൊളോണിയൽ സ്പേസ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് സ്പെയിൻ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
സ്പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്പെയിൻ്റെ സോവറിനിറ്റി ആണല്ലോ അവിടെ ഉള്ളത്. അത് പിന്നെ ആഫ്രിക്കൻ ലാൻഡിലാണ്, ഇപ്പുറത്താണ് അപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള സ്പെയിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം മീൻസ് കഴിഞ്ഞ 40 ദിവസം പ്ലസ് ഇന്ന് വരെ അമേരിക്ക ഇറാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ, ഇൻക്ലൂഡിങ് ഇസ്രായേൽ ഉൾപ്പെടെ നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് ഇറാന് സംഭവിച്ചിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മസൂദ് പെസസ്കിയാനെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ ഉള്ളിൽ സമ്മർദ്ദം, പ്രത്യേകിച്ച് മസൂദ് പെസസ്കിയാന്റെ മേലിലാണ് സമ്മർദ്ദം വന്നിരിക്കുന്നത്. മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാജിവെക്കില്ല, ഞാൻ ഓഫീസിൽ തന്നെ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഇറാന്റെ ഉള്ളിലുള്ള ഒരു ചേരിതിരിവ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ബാസ് അരക്ചിയും രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് പാർലമെന്റിന്റെ ഉള്ളിൽ ലോ മേക്കേഴ്സ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ അത് അമേരിക്കയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് മൂവിനെ താല്പര്യപ്പെടുന്നില്ല ഇറാന്റെ IRGC. അത് വളരെ വ്യക്തമാണ്. ഇതാണ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ പലപ്പോഴായിട്ട് പറഞ്ഞു വെച്ചത്. IRGC വേറെ, അബ്ബാസ് അരക്ചി വേറെ. അതുകൊണ്ട് അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഇറാന്റെ പൊളിറ്റിക്കൽ ഗ്രൂപ്പുമായിട്ട് നടത്തുന്ന ചർച്ചയ്ക്ക് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചർച്ച നടത്തണം എന്നുണ്ടെങ്കിൽ IRGCയുമായിട്ട് നടത്തണം. IRGC അതിന് തയ്യാറുമില്ല. ഇതാണ് ഇപ്പോൾ പൊതുവിലുള്ള ഇറാന്റെ പൊളിറ്റിക്കൽ അന്തരീക്ഷം. അവിടെ ഒരു ക്ലിയർ കട്ട് ചേരിതിരിവ് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലൈബീരിയ ഫ്ലാഗ്ഡ് ഷിപ്പിനെ ഒമാന്റെ തീരത്ത് വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും IRGC തന്നെയാണ്. എപ്പോഴൊക്കെ അമേരിക്കയുമായിട്ട് ചർച്ച ഡീൽ വരും, ട്രംപ് സ്റ്റേറ്റ്മെന്റുകൾ ഇടുന്നു, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ IRGC കൃത്യമായിട്ട് ഒരു കപ്പലിനെ ആക്രമിക്കും. ഇപ്പൊ അമേരിക്ക ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. കാരണം ഇതേ മാതൃകയിൽ സൗദി അറേബ്യയിൽ നിന്ന് വന്ന കപ്പലുകളെ ഒമാന്റെ തീരത്ത് വെച്ച് IRGC ആക്രമിച്ചതിനെ തുടർന്നാണ് വീണ്ടും അമേരിക്ക ശക്തമായിട്ടുള്ള ആക്രമണം തുടർന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതേപോലെ ഇപ്പൊ 2 ദിവസമായിട്ട്, ഇപ്പൊ 2-3 ദിവസമായിട്ട് ആക്രമണങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ ഡീലിലേക്ക് പോകുന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതാ വീണ്ടും ലൈബീരിയ ഫ്ലാഗ്ഡ് ഷിപ്പിനെ ഒമാന്റെ തീരത്ത് വെച്ച് അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് IRGC. ഇതിന് ട്രംപ് എന്ത് മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത്? ഹെസ്ബുള്ള ആണെന്നുണ്ടെങ്കിൽ ഇറാൻ എമേർജ്ഡ് വിക്ടോറിയസ്, അതായത് ഇറാൻ വിജയിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്, ഇറാൻ വിജയിച്ച പോരാളികളാണെന്നാണ് ഹെസ്ബുള്ളയുടെ വിലയിരുത്തൽ. അതേസമയം ഹെസ്ബുള്ള ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചു കൂട്ടി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് അവരുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തോട്ട് വരുന്നത്. ഇറാന്റെ മുനിസിപ്പാലിറ്റി അർബൻ പ്ലാനിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിക്ട് 4 90 ടൈമാണ് ആക്രമിക്കപ്പെട്ടത്. ഡിസ്ട്രിക്ട് 21 തെഹ്റാനിൽ സസ്റ്റൈൻഡ് 62 സ്ട്രൈക്സ്, 62 പ്രാവശ്യമാണ് അവിടെ ആക്രമണം നടന്നത്. ഡിസ്ട്രിക്ട് 1 57 ആക്രമണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിസ്ട്രിക്ട് 22 55 ആക്രമണങ്ങളാണ്. ഡിസ്ട്രിക്ട് 17 സൗത്ത് വെസ്റ്റേൺ തെഹ്റാനിൽ നിരവധി ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇറാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രത്യേകിച്ച് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ. 50,849 റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ 40,000 റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ശരിയാക്കാൻ പറ്റും. 8,900 ബിൽഡിങ്ങുകൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. 415 ബിൽഡിങ്ങുകൾ പുതുക്കി പണിയേണ്ടതുണ്ട്. 2042 വീടുകൾ ഫുള്ളി ഡിസ്ട്രോയിഡ്, തറ പറ്റിപ്പോയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് 4 നടത്തിയ ആക്രമണത്തിൽ 7,948 വീടുകൾ ഡാമേജ് ആയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് 2 4,037 വീടുകൾ ഡാമേജ് ആയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് 15 3,490 വീടുകൾ, ഡിസ്ട്രിക്ട് 11 3,432 വീടുകൾ, ഡിസ്ട്രിക്ട് 21 3,025 വീടുകൾ, ഡിസ്ട്രിക്ട് 7 3,196 വീടുകൾ. ആദ്യഘട്ട ആക്രമണത്തിൽ 280 ബില്യൺ ആണ് ഡാമേജ്. രണ്ടാമത് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ അത്രമാത്രം ഡാമേജ് ഇല്ല, കാരണം അത് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലകളാണ്. ഇൻഡസ്ട്രിയൽ മേഖലയിൽ അവിടെയും ബില്യൺ കണക്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനെ മുനിസിപ്പാലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴത്തേക്കും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അപ്ഡേറ്റ് ചെയ്യാം. ഗാസയിൽ ദേർ അൽ ബലായിൽ IDF നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് ഫത്തേർ എന്ന് പറഞ്ഞ നുക്ബ ഫോഴ്സ് കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ നടത്തുന്ന ആക്രമണത്തിന് നേരിയ തോതിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ ഗാസ പീസ് അക്കോർഡ് സെക്കൻഡ് ഫേസ് എന്നുള്ള നിലയിൽ ഒരു പ്രഖ്യാപനം വന്നതിനെ തുടർന്നാണ് ഇസ്രായേൽ കൃത്യമായിട്ടുള്ള പ്രിസൈസ് ടാർഗറ്റുകൾ മാത്രം അറ്റാക്ക് നടത്തുന്നത്. അതായത് 1ഉം 2ഉം ആക്രമണങ്ങൾ വളരെ ഷാർപ്പായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വൈഡ് റേഞ്ചിൽ നോട്ടീസൊക്കെ കൊടുത്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തുന്നില്ല തൽക്കാലം. 45,000 ഷിയ മുസ്ലിംസ് ഇറാഖിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ, ഇമാം ഹുസൈൻ്റെ ഓർമ്മ പുതുക്കൽ ദിവസമായിട്ട് ആ ഒരു സെലിബ്രേഷൻ, അർബായിൻ പ്രൊസഷൻ എന്നാണ് ഈ ഒരു ഫംഗ്ഷനെ അവർ വിളിക്കുന്നത്. ഈ അർബായിൻ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഇന്നലെ അബ്ബാസ് അരക്ചി ഇറാഖിലെത്തിയതും അതേപോലെ നിരവധി ഇറാനിയൻസ് അങ്ങോട്ട് എത്തുന്നതും. ഈ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ഇറാനിയൻസ് പോകുന്നത് തന്നെ ഈ കർബല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമാം ഹുസൈൻ ഇവരുടെയൊക്കെ ഈ പിൽഗ്രിമേജ് സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ പോകുന്നത്.
ഇതാണ് ഇറാനും ഇറാഖും തമ്മിലുള്ള ബന്ധം. ശരിക്കും ബന്ധം ഇമാം ഹുസൈൻ സാക്രിഫൈസിന്റെ ഓർമ്മ പുതുക്കൽ ദിവസവുമായിട്ട് 45,000 ഷിയ മുസ്ലിംസ് ഒത്തുകൂടിയത്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ കുർദിഷ് പ്രസിഡന്റിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. കുർദിഷ് പ്രസിഡന്റ് നജിർവാൻ ബർസാനി സിറിയയിൽ എത്തിയിട്ടുണ്ട്, ഡമാസ്കസിലുണ്ട്. സിറിയയും കുർദിഷ് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.